ബി തന്നെ യഥാർത്ഥത്തിൽ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കുമ്പോൾ ഇവിടെ ഇവർക്ക് നിയമസഭയിൽ മത്സരിക്കാൻ ചാൻസ് കൊടുക്കുകയാണ്. രാജീവിന് ഇവിടുത്തെ കാര്യാലയത്തിൽ ഒന്നും പോണ്ട, ഇവിടുത്തെ ശിവഗിരി പോണ്ട, ചട്ടമ്പി സ്വാമിയുടെ അടുത്ത് പോണ്ട, സത്യാനന്ദ സരസ്വതി അടുത്തൊരു വിളക്കെങ്കിലും കത്തിച്ചിട്ട് പോയ. പക്ഷെ ഇവർക്ക് ബിഷപ്പുമാരുമായിട്ടാണ് ഡീൽ. എന്താണ് ആ ഡീൽ എന്ന് കൂടെ മനസ്സിലാക്കൂ. റിയൽ എസ്റ്റേറ്റ് മാഫിയ ബിസിനസ്, അഴിമതി, കോഴക്കേസിന്റെ കാര്യം ഈ രാജീവ് ചന്ദ്രശേഖരൻ ഓർമ്മയില്ലേ? ഇതെല്ലാം രാജീവിന്റെ ടീമിനെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. പാലക്കാടിലെ കൃഷ്ണകുമാറിന്റെ കേസ് രാജീവിന്റെ ടീമാണിപ്പോ. ഇത് ഓരോ കൊടക്കമ്പികളാണ്. ഇനി ഇതിനേക്കാളും ഒക്കെ ഗ്രേവ് സിറ്റുവേഷൻ എടുക്കാം. നിങ്ങൾ ആരെങ്കിലും നമ്മുടെ കൊല്ലത്തുള്ള പ്രതാപിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഹാവ് യു എവർ ഹേർഡ് അബൌട്ട് ദാറ്റ് നെയിം? പ്രതാപ്, ഡോക്ടർ പ്രതാപ്, കാർഡിയോളജിസ്റ്റ്. അയാളെ പറ്റി ജസ്റ്റ് ഡോക്ടർ പ്രതാപ് കുമാർ എന്നെന്ന് നിങ്ങൾ ജെമിനിയിലോ ഗൂഗിളിലോ അടിക്കുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. ഞാനിത് കാണിച്ചു തരാണ്. ജസ്റ്റ് നിങ്ങളുടെ ശ്രദ്ധയിൽ പോവാതെ പോകരുത്. മെഡിക്കൽ ഫ്രോഡ് ആൻഡ് ഫോർജറി എവിടെയാ? കറപ്ഷൻ ബ്യൂറോ ACB രജിസ്റ്റേർഡ് FIR അഗൈൻസ്റ്റ് പ്രതാപ് കുമാർ ഫോർ ചീറ്റിംഗ്, ഫോർജറി ഒക്കെ എടുത്തിരിക്കുന്നത് എവിടെയാ? ഹരിയാനയിലാണ്. BJP തന്നെ യഥാർത്ഥത്തിൽ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കുമ്പോൾ ഇവിടെ ഇവർക്ക് നിയമസഭയിൽ മത്സരിക്കാൻ ചാൻസ് കൊടുക്കുകയാണ്. അടുത്ത കേസ് റീയൂസ് ഓഫ് സിംഗിൾ യൂസ് എക്യുപ്മെന്റ്. ഒരിക്കൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളെ റീയൂസ് ചെയ്തു. സെന്റും കാര്യങ്ങളും ഒക്കെ വീണ്ടും കഴുകി മറ്റേ വെയിലത്തിട്ട് ഉണക്കി തുടച്ചു വാരിയെടുത്ത് ആൾക്കാരുടെ ചങ്കി കീറി കുത്തി കെട്ടി വിടുന്നതാണോ ധർമ്മം? ആണോ? രാജീവിന്റെ ആൾക്കാരുടെ ക്വാളിറ്റിയായി പറയണത്. ജനം അറിയണത്. അടുത്ത ഡബിൾ ബില്ലിംഗ് സ്കാംസ്. ബില്ലിന്റെ കാര്യം വരുമ്പോ, ബിസിനസിന്റെ കാര്യം പറയുമ്പോ രാജീവ് ചാടി വീഴും. കാരണം രാജീവൻ എന്ന് പറയുന്നത് ബിഷപ്പിന്റെ ജിമ്മിൽ പോയിട്ട് പുഷപ്പ് അടിച്ചു വന്ന് നിൽക്കാനേ രാജീവിന് അറിയുള്ളൂ. രാജീവിന് സൂര്യ നമസ്കാരം പോലും അറിയില്ല. രാജീവ് ചന്ദ്രശേഖരൻ ആരാണ്? അയാളുടെ കയ്യിൽ കുറെ പൈസ ഉണ്ട്. പൈസ ഉള്ള ഒരുത്തൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വന്തം യഥാർത്ഥ സംഘത്തിന് വേണ്ടി പ്രവർത്തിച്ചതും BJPയുടെ നല്ല നല്ല സജ്ജനങ്ങളായിട്ടുള്ള ആൾക്കാരെ മാറ്റി നിർത്തിയിട്ട് ഒറിജിനൽ അച്ഛനെ മാറ്റിയിട്ട് ഇവിടെ കുറെ മക്കളുണ്ട്. ഓ റിച്ച് ഡാഡി കേം, ഐ വാണ്ട് മൈ റിച്ച് ഡാഡി, റിച്ച് ഡാഡി സോ ഗ്രേറ്റ്, റിച്ച് പപ്പ, ഹായ് വി ആർ വിത്ത് യു എന്ന് പറയുന്നതാണോ കേരളത്തിന്റെ സംസ്കാരം? അദ്ദേഹം ആരാന്നാണ് അദ്ദേഹത്തിന്റെ ചിന്ത? അദ്ദേഹത്തിന്റെ അഴിമതികളെ പറ്റി BJPയിൽ എന്ത് സംഭവിച്ചു, അല്ല BPL എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കണം. 3 അക്ഷരമുള്ള BJPയിലും 3 അക്ഷരമുള്ള BPLലും അതുപോലെ ഇതിനു മുമ്പുണ്ടായിരുന്ന JDS 3 അക്ഷരമേ ഉള്ളൂ. 3 അക്ഷരത്തിലുള്ള എവിടെ അദ്ദേഹം ചാടിക്കയറും അത് 3G ആവും. 3G ആവും. മലയാളിക്ക് ഓഫർ കൊടുത്താൽ മലയാളി ചാടി വീഴും. ഇവിടെ നല്ല നേതാക്കളില്ലേ? ഇവിടെ ഞാൻ കേരളത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ വേറൊരു പദത്തിലായിരുന്നു VS പണ്ട് പറഞ്ഞ അബ്ദുൽ കലാം സാറ് വാണം വിടുന്നവനാണെന്ന് പറഞ്ഞു. ഇവിടെ ഇരുന്നാണ് പറഞ്ഞത്, ഈ പ്രസ് ക്ലബ്ബിൽ ഇരുന്നാണ് പറഞ്ഞു. അതുപോലെ എന്നെ വാണം എന്ന് പറഞ്ഞു. പക്ഷെ കേരളം വിട്ടപ്പോ അവിടുത്തെ ഒരു പറഞ്ഞത് റോക്കറ്റാന്ന് പറഞ്ഞു. ഈ നരേന്ദ്രമോദിക്ക് വേണ്ടി ഇവർ എന്ത് ചെയ്തു? ഞാൻ കർണാടകയിൽ നടത്തിയ റോഡ് ഷോ നിങ്ങൾ കാണണം. എന്റെ റോഡ് ഷോ നരേന്ദ്രമോദി ഇലക്ഷന് ഇപ്രാവശ്യം 400 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ട് 240 സീറ്റായിട്ട് കുറഞ്ഞുപോയി. ആ സമയത്ത് നരേന്ദ്രമോദിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലും ഇവിടെ ഏതെങ്കിലും ഒരു വ്യക്തി ഇറങ്ങിയോ? അതേസമയത്ത് നമ്മുടെ ടീമാണ്, നമ്മുടെ സന്യാസി ടീമാണ് അദ്ദേഹത്തിന് വേണ്ടി വോക്ക് ചെയ്തത് എന്ന് കരുതി BJP കേരളത്തിലെ KGPക്ക് വേണ്ടി നമ്മൾ വോക്ക് ചെയ്യില്ല. കാരണം എന്നാണോ ഇവർ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്, ഇവിടുത്തെ ജനങ്ങളുടെ വിഷയങ്ങൾ പഠിക്കുമ്പോൾ ഇവിടുത്തെ വികസനത്തിന്റെ കാര്യം പറയൂ. ഇവിടെ ഇപ്പൊ അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ മറ്റൊരു പരിപാടി നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ശിവഗിരിയില് ഇവര് പോയായിരുന്നു. സംഘത്തിന്റെ നാഗ്പൂർ എന്നറിയപ്പെടുന്ന കാര്യാലയം എന്ന് പറയുന്ന ഇവിടുത്തെ തിരുവനന്തപുരത്തെ കാര്യാലയത്തിൽ ഇവർ പോയായിരുന്നോ? ഈ രാജീവിന് ഇവിടുത്തെ കാര്യാലയത്തിൽ ഒന്നും പോണ്ട, ഇവിടുത്തെ ശിവഗിരി പോണ്ട, ചട്ടമ്പി സ്വാമിയുടെ അടുത്ത് പോണ്ട, സത്യാനന്ദ സരസ്വതി അടുത്തൊരു വിളക്കെങ്കിലും കത്തിച്ചിട്ട് പോയ. പക്ഷെ ഇവർക്ക് ബിഷപ്പുമാരുമായിട്ടാണ് ഡീൽ. എന്താണ് ആ ഡീൽ എന്ന് കൂടെ മനസ്സിലാക്കൂ. റിയൽ എസ്റ്റേറ്റ് മാഫിയ ബിസിനസ്. ഇനി രാജീവിന്റെ നോട്ടം ഒന്ന് മാത്രമേ ഉള്ളൂ, പോർട്ടിലേക്കാണ്. അദ്ദേഹത്തിന് പോർട്ട് ക്യാപ്ചർ ചെയ്യണം. ആൻഡ് അവർ Narendra Modi is not able to understand certain situation because they have certain mediators here. And my request, you should publish or you should introduce this subject in front of Modi, or else they have to get the strong hit back. Otherwise they will never think. ഇവന്മാർക്ക് അടി കിട്ടണം. ജനങ്ങളുടെ അടുത്ത് ഹിന്ദുത്വം പറഞ്ഞു നടക്കുന്നു. ഇവരുടെ മുദ്രാവാക്യത്തില് എന്ത് ഹിന്ദുത്വമാണുള്ളത്? ഇവർ പറയുന്ന വർഗീയത, കുറെ മുസ്ലിങ്ങളെ ആക്രമിക്കുക. ഇന്നലെ ആ കാപ്പിക്കുരു കള്ളൻ, ആർക്കണം കാപ്പിക്കുരു മോട്ടിച്ച കള്ളൻ, റിയൽ എസ്റ്റേറ്റ് എന്ന് കാപ്പിക്കുരു മോട്ടിച്ച കള്ളൻ ആരാ? K. സുരേന്ദ്രൻ. പേര് തന്നെ കേട്ടിട്ടുണ്ട്. എപ്പോഴും വേണം ജനങ്ങൾക്ക് എഴുതാൻ കള്ളനാണ് എന്ന് അദ്ദേഹത്തിന്റെ ജനിച്ചപ്പോ തന്നെ വീട്ടുകാർ ഇട്ട് കൊടുത്തൊരു സാധനമാണ് K. ഇത്രയും വലിയ ഗുണ്ടായുസം, ഇത്രയും വലിയ മാനിപ്പുലേഷൻ. അയാൾ പറയുന്നത് മുസ്ലിം ജനങ്ങളെല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്, മുസ്ലിങ്ങളെല്ലാം അയാൾ വോട്ട് കൊടുക്കുന്നു.
പിന്നെ ഇയാള് മുസ്ലിങ്ങളുടെ വോട്ട് കൊടുക്കാൻ വേണ്ടി ആ സമുദായത്തിന് വേണ്ടി രാവിലെയും വൈകിട്ടും ഇവിടുത്തെ കുഞ്ഞാലിക്കുട്ടീനെയും തങ്ങളുമാരെക്കാളും കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളല്ലേ ഇയാള്. ഇവരുടെ ബി ജെ പി ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഈ ക്രിസ്ത്യൻ ലോബിയുടെ കൺട്രോളിലാണ് ബി ജെ പി എന്ന് ഞാൻ പറഞ്ഞു. ബി ജെ പി മീൻസ് ബിസിനസ് ജനതാ പാർട്ടി, അല്ലാതെ ബിഷപ്പ് ജനതാ പാർട്ടി ഉണ്ട്. അങ്ങനെ ഒരു മീനിങ്ങും ഉണ്ട് ഇവിടെ കേരളത്തിൽ. ഇവരാണ് സീറ്റ് തീരുമാനിക്കുന്നത്. ഇവര് സീറ്റ് തീരുമാനിക്കുമ്പോൾ നമ്മുടെ സ്വയം സേവകർക്ക് എന്ത് സീറ്റ് കിട്ടി? യഥാർത്ഥ ഹിന്ദു പോരാളികൾക്ക് എന്ത് സീറ്റ് കിട്ടി? ഇവിടെ കാവിയിട്ട് കട്ടർ ഹിന്ദുസം പറയാനല്ല ഞാൻ പറയുന്നത്. ധർമ്മത്തെ പറ്റി പഠിപ്പിക്കുന്നവർക്ക് എന്ത് സീറ്റ് കിട്ടി? അവർക്ക് എന്ത് ചെയ്തു കൊടുത്തു? കുറെ 2020 കുറെ ടിക്ടോക്ക് പിള്ളേർക്ക് കൊടുത്തു. ടിക്ടോക്ക് നടത്തുന്നവർക്ക്, റീല് നടത്തുന്നവർക്ക്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ളവർക്ക്, ബിഗ് ബോസുകാർക്ക് ഇത് സീറ്റ് കൊടുക്കുമ്പോ ആ ഏരിയ തൃപ്പൂണിത്തുറ എത്ര സ്ട്രോങ് മണ്ഡലമായിരുന്നു. കേരളത്തിലെ ബി ജെ പിനെ ഏത് മണ്ഡലത്തിലുള്ളവർ ജയിക്കണം എന്നുള്ളത് ഞാൻ അടുത്ത ഇതിൽ ഞാൻ നിങ്ങൾക്ക് പറയാം. ഇപ്പൊ ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല. They want to do something good for the society. But at the same time, നമ്മൾ ഇതിനകത്തുള്ള ക്രിമിനൽസിനെ അറിയണം. ഈ പറയുന്ന പോലെ മലീമസമായ സാധനങ്ങളെ പുറത്താക്കിയേ പറ്റുള്ളൂ. ഇത് പുറത്താക്കിയില്ലെങ്കിൽ അത് ഇവർ തന്നെ നമ്മുടെ നാടിന് ആപത്തുണ്ടാക്കും. ഇവർക്ക് നമ്മുടെ മംഗലാപുരത്ത് ധർമ്മസ്ഥലയുണ്ട്. ധർമ്മസ്ഥലയുടെ ചുറ്റും കംപ്ലീറ്റ് ഇവർ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു, ഇവരുടെ മാഫിയ. ഹന്നൂർ തൊട്ട് എയർപോർട്ട് വരെ കംപ്ലീറ്റ് ഇവരുടെ ഗ്രൂപ്പ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു, എല്ലാം എടുത്തു കഴിഞ്ഞു. ശിവഗംഗ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞു. ഇവരുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കണം, മലബാർ തൊട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്ന മലബാറിൽ നിന്ന് എല്ലാ ആശുപത്രികളും കോടാനുകോടി കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. KKR-ഉം ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ 2 കമ്പനി, അവരുമായിട്ട് ആ ഗ്രൂപ്പുമായിട്ട് PC ജോർജിനും ഷോൺ ജോർജിനും അനൂപ് ആന്റണിക്കും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നിങ്ങൾ അന്വേഷിച്ചോ? അനൂപ് ആന്റണി പറയുന്നുണ്ടല്ലോ 5 കോടിയാണ് ഈ കേരളത്തിൽ MLA ഫണ്ടെങ്കിൽ ബാക്കി നമുക്ക് അൺലിമിറ്റഡ് ഫണ്ട് വരും എന്ന്. അൺലിമിറ്റഡ് ഫണ്ടിന്റെ സോഴ്സ് എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചോ? എന്നെ പോലെ ഒരുത്തൻ ചോദിക്കാൻ ഈ കേരളത്തിൽ ഇല്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി പിടിച്ച് എന്റെ ചെലവിൽ ഞാൻ റിസ്ക് എടുത്തു വരുന്നു. കാരണം ഇത് എന്റെ നാട്. ഇവിടെ ഒരു MLA-ക്ക് MP പോസ്റ്റിന് വേണ്ടി ഞാൻ എഴുതി ഒട്ടിക്കാറില്ല. എനിക്ക് എന്റെ ആൾക്കാരുടെ ജീവനാവരുത്. ഞാൻ അവിടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇവിടെ ഒരു രീതിയിലുള്ള സഹായവും കേരളത്തിൽ ആരും തരില്ല. അത്രയും സ്വാർത്ഥരായി ജീവിക്കുകയാണ്. പിന്നെ ഒരു ഗ്രൂപ്പിന് എന്നെ സഹായിക്കണമെന്നുള്ള മനസ്സുണ്ട്, പക്ഷെ അവർക്ക് എന്നെ സഹായിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ കള്ളന്മാർ ഇവിടെ വരുമ്പോ നമ്മളിവിടെ കഞ്ഞി കുടിച്ചാണെങ്കിലും സുഖമായിട്ടാണെങ്കിലും നമ്മുടെ ഒരു സംസ്കാരം ഉയർത്തിപ്പിടിച്ച് നമുക്ക് ജീവിക്കാം. പക്ഷെ നമ്മുടെ മക്കളുടെ ഭാവിയുമാരൊക്കെ കളയല്ലേ? ഈ ഡ്രഗ് മാഫിയക്കെതിരെ ഉമ്മാർ ഒരു വിരലടക്കിയിട്ടുണ്ടോ? ഉമ്മാര് കർണാടകത്തിന്റെ സ്പെഷ്യൽ ടീമിനെ വെച്ചിട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തതാണ് ഇവിടുത്തെ ഡ്രഗ് ഹണ്ട്. സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടിയിട്ടെന്നല്ല. നിങ്ങൾ എന്തുകൊണ്ട് വൈ യു ആർ സപ്പോർട്ടിങ് BJP എന്ന് ചോദിക്കുമ്പോ നിങ്ങൾ എല്ലാവരും മാക്സിമം അവര് പറയുന്നതാണ് കേൾക്കുന്നത്. അവര് വികസനം കൊണ്ടുവരുന്നു. പോയിന്റിലേക്ക് വരാം. ലെറ്റ്സ് കം ടു ദ പോയിന്റ്. അവര് വികസനം കൊണ്ടുവരും എന്ന് പറയുമ്പോൾ അവര് സ്വന്തം കുടുംബത്തിന് പോലും വികസനം നടത്തിയിട്ടില്ല. അവര് സ്വന്തം കുടുംബത്തിന് പോലും സ്വന്തം രാജ്യത്തിന് എന്ത് വികസനമാണ് ഇവിടെ നിന്ന് അവർ ചെയ്യുന്നത്? എത്രയോ പദ്ധതികളുണ്ട്. ഏതെങ്കിലും പദ്ധതി അവരിവിടെ ഇംപ്ലിമെന്റ് ചെയ്തു? ഇതൊക്കെ ചോദ്യമല്ലേ? നിങ്ങൾ വെറുതെ നിസ്സാരമായി കളഞ്ഞ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള സാധനം ഇതിനകത്തുണ്ടെങ്കിൽ അവരുടെ വാഗ്ദാനവും നമ്മുടെ ആരോപണവും കമ്പയർ ചെയ്യൂ. നിങ്ങൾക്ക് ന്യൂസ് ആണ് വേണമെങ്കിൽ, നിങ്ങൾക്ക് അല്ലാത്ത കുറെ ക്രൈം ന്യൂസ് ആണ് വേണമെങ്കിൽ എന്റെ കയ്യിൽ അത് ക്രൈം ന്യൂസ് തരാനില്ല. നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ സാധനത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടോ ഇല്ലയെന്ന് അവരുടെ അടുത്തൊന്ന് അന്വേഷിക്കും. ഇതൊക്കെ നിങ്ങൾ എത്ര നാളെ ജേർണലിസം കഴിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ ഈ പ്രസ് ക്ലബിൽ 20ാമത്തെ വയസ്സിൽ കയറിയ, ഇന്ന് എനിക്ക് 43 വയസ്സുണ്ട്. മനസ്സിലായോ? 20ാമത്തെ വയസ്സിൽ ആദ്യത്തെ തിരുവനന്തപുരത്ത് ഫസ്റ്റ് പ്രസ് മീറ്റ് ഇവിടെ സുനാമിയെ പറ്റി പറയുന്നത്, AK ആന്റണി അടക്കം രാജിവെക്കൊന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു അഘോരി എന്ന് പറഞ്ഞ് ഇവിടെ അടുത്ത കുറെ പേര് ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെയാണ് നിങ്ങൾക്ക് വാർത്ത. അയാൾ അഘോരി അല്ല എന്നുള്ളത് നിങ്ങൾക്കറിയോ? അതുകൊണ്ട് അപ്പൊ നിങ്ങൾ തീരുമാനിക്കുക. എനിക്ക് ഇത്രയും പറയാനുണ്ട്. ഇതിന് താങ്കൾ ഒരു കാര്യം ചെയ്യും. ഞാൻ ഭദ്രാനന്ദ തോക്കുസ്വാമി വന്ന് ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോയി. ഇതിനെതിരെ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? താങ്കൾ ഏതെങ്കിലും ഇവരുടെ അടുത്ത് ചോദിക്കുക. അവര് പറഞ്ഞില്ലെങ്കിൽ അവരെന്തുകൊണ്ട് പറഞ്ഞെന്നുള്ളതാണെന്ന് കൂടെ ചിന്തിക്കും. ബാക്കി ഞാൻ സംസാരിക്കാം.